നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അയ്യോ, ഞാൻ പോയിക്കോളാം സച്ചേട്ടാ. സച്ചേട്ടൻ പോയിക്കോ. എന്താ എന്നോട് വരാൻ പേടിയുണ്ടോ? എന്തിനാ പേടി? മോളെ ചെല്ല്, സച്ചേട്ടൻ കൊണ്ടാക്കി തരും എവിടെയാന്ന് വെച്ചാ. വാതിര, ഞാൻ പോട്ടെ. ശരി. അതെ അതെ ഡോക്ടർ. ഇല്ല, കുഴപ്പമില്ല, ഞങ്ങൾ എത്തിക്കോളാം. തിരക്കുറഞ്ഞ സമയമാണെങ്കിൽ അതായിരിക്കും നല്ലത്. ഓക്കെ, ഉച്ചയ്ക്ക് ശേഷം. ഷോ ഡോക്ടർ, കാണാം. ചേച്ചി, ഡോക്ടർ എന്ത് പറഞ്ഞു? ഉച്ചയ്ക്ക് ശേഷം തിരക്കുറവുണ്ടാവും, അപ്പൊ ചെല്ലാൻ പറഞ്ഞു. ആദ്യത്തെ എന്തെങ്കിലും മെഡിക്കൽ റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ കൊണ്ടുചെല്ലാനും പറഞ്ഞു. അതിപ്പോ എവിടെ നിന്ന് കിട്ടും? നമ്മുടെ കയ്യിലുണ്ടല്ലോ. ചേച്ചി, ഇത് സന്ധ്യ ഡോക്ടറിന്റെ അല്ലേ? നമ്മളിത് കാണിച്ച് അവർക്ക് സംശയം വരും. അത് മാത്രമല്ല, ഈ ഡോക്ടർമാര് തമ്മിൽ കണക്ഷൻ കാണും. ചിലപ്പോ സന്ധ്യ ഡോക്ടറിന്റെ പേഷ്യന്റ് ആയതുകൊണ്ട് വിളിച്ചു ചോദിച്ചാലോ? അതും ശരിയാ. പിന്നെ എന്ത് ചെയ്യും? ചേച്ചി ആദ്യമായിട്ട് വന്നതാന്ന് പറഞ്ഞാൽ മതി. അപ്പൊ അവള് സത്യം പറയില്ലേ? ഹരിശ്ചന്ദ്രന്റെ മോളാണല്ലോ. അതുമല്ല, അവളെ ഇതൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യണമെങ്കിൽ ഭയങ്കര പാടായിരിക്കും. അതിന് നമുക്ക് വഴിയുണ്ടാക്കാൻ ചേച്ചി. അവൾ ഇടയ്ക്കിടയ്ക്ക് വയറുവേദന എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? പിന്നെ തലവേദന. ചേച്ചി അവൾക്ക് നല്ല വിശ്വാസം ഉണ്ടല്ലോ. അപ്പൊ ചേച്ചി നിർബന്ധിച്ചാ അവള് സമ്മതിക്കും. നമുക്ക് അവളെ കൊണ്ടുപോവാം. അവളെ നിർബന്ധമായി കൊണ്ടുപോയി പരിശോധന നടത്തുകയാണെന്ന് അവൾക്കൊരു സംശയം തോന്നരുത്. അങ്ങനെ അവൾക്ക് ഒരിക്കലും തോന്നില്ല. ചേച്ചി മാത്രം പോയാൽ മതി. ആദ്യം അവളെ കാര്യങ്ങൾ പറഞ്ഞൊന്ന് സമ്മതിപ്പിക്കാം. എന്തുപറ്റി? ആകെ ശോകമാണല്ലോ. ഇന്ന് ചേച്ചി എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഐ മീൻ, എന്തെങ്കിലും ഫാമിലി ഇഷ്യൂ ഓർ സംതിങ് അതർ? ഇല്ല സച്ചേട്ടാ, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ചേച്ചി അനിയത്തിയും ഒന്നിച്ചുള്ള തീരുമാനമാണോ? ഒന്നും വേറെ ആരോടും പറയില്ലെന്ന്? അയ്യോ, അങ്ങനെയൊന്നുമില്ല. പറയാനും മാത്രം ഒന്നും ഇല്ലാത്തതുകൊണ്ടാ. ഞാനെന്റെ പരമാവധി തന്റെ ചേച്ചിയോട് കുത്തി കുത്തി ചോദിച്ചു, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറയുന്നു. എല്ലാ പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ ഉണ്ടാതിര. ലോകത്ത് സൊല്യൂഷൻ കണ്ടുപിടിക്കാത്ത ഒരേ ഒരു കാര്യം ലാസ്റ്റ് ബ്രീത്ത്, മരണം. ബാക്കി എന്ത് പ്രശ്നങ്ങൾക്കും താൽക്കാലികവും നിരന്തരവുമായ പരിഹാരമുണ്ട്. അത് ചിലപ്പോ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും, അതല്ലെങ്കിൽ മറ്റൊരാളിലൂടെ ചെയ്യാൻ പറ്റും. ബട്ട് അതിനെന്ത് വേണം? നമുക്ക് വേണ്ടപ്പെട്ടവരോട് അത് തുറന്നു പറയാൻ കഴിയണം. അല്ല, സച്ചേട്ടൻ കരുതുന്ന പോലൊന്നുമില്ല. എല്ലാ വീടുകളിലും ഉള്ള പോലെ ചില അല്ലറ ചില്ലറ പ്രശ്നങ്ങളേ ഉള്ളൂ. അതെ, ഐ ആം കമ്മിങ് ഡയറക്ട്ലി ടു ദ മാറ്റർ. തുറച്ചു നോക്കണ്ട. കോളേജിൽ ഇപ്പൊ അടയ്ക്കേണ്ട ഫീസ് എത്ര? അത് അനുപേട്ടൻ അടച്ചല്ലോ. എത്ര രൂപ? എനിക്കത് കൃത്യമായിട്ട് അറിയില്ല സച്ചേട്ടാ. ഞാനിപ്പോ ആദ്യം അടച്ച തുക എത്രയാണെന്ന് പറഞ്ഞുതരാം. അവിടുത്തെ പ്രിൻസിപ്പൾ എന്റെ ഫ്രണ്ടാ, വിളിച്ചു നോക്കട്ടെ? അയ്യോ സച്ചേട്ടാ, വിളിക്കല്ലേ. ഞാൻ ഫീസ് അടച്ചിട്ടില്ല, ഞാൻ ചുമ്മാ പറഞ്ഞതാ. 2 ദിവസം കൊണ്ട് അനുപേട്ടനത് അടയ്ക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളൊക്കെ പിന്നെ നിങ്ങൾക്ക് ആരാതിരാ? ഇത്രമാത്രം പ്രശ്നം ഉണ്ടായിട്ടും പഠിപ്പ് വരെ നിർത്തേണ്ട അവസ്ഥ വന്നിട്ടും ഒരു വാക്ക് അനിയത്തിക്കുട്ടിയെ പോലെ സച്ചിയേട്ടാ ഇങ്ങനൊരു പ്രശ്നമുണ്ട് എനിക്ക് എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബന്ധമുണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ എന്നാ മനസ്സിലാക്കുന്നേ? യാദൃശ്ചികമായി താൻ പറയുന്നത് സന്ദീപ് കേട്ടപ്പോ വല്ലാത്ത വിഷമത്തിലാ അവൻ വന്ന് എന്നോട് പറഞ്ഞത്. തന്റെ ഫീസും മറ്റു കാര്യങ്ങളും അടച്ചിട്ട് അവന്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചോളാനാ അവൻ പറഞ്ഞത്. അവന് മറ്റുള്ളവരുടെ സങ്കടം കേട്ടാ വെണ്ണ പോലെ അലിയുന്ന മനസ്സുള്ളവനാ. കരയണ്ട. എന്റെ സ്നേഹയുടെ സ്ഥാനത്തെ തന്നെ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷേ നിങ്ങൾ എന്നെ കാണുന്നത് വേറെ ഏതോ കണ്ണിലൂടെ. ഒരു ഏട്ടനെ പോലെ കണ്ട് കാര്യങ്ങൾ തുറന്നു പറയുന്നത് എനിക്കിഷ്ടം.
വയ്യാതിരുന്നോണ്ടൊന്നും ചെയ്യണ്ട. അതവിടെ വച്ചേക്ക്, ഞാൻ ചെയ്തോളാം. സാരമില്ല. ഇങ്ങനെ ഇടയ്ക്കിടെ വരുന്ന വയറുവേദന അധികം വച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതല്ല. ഉടനെ ഡോക്ടറെ കാണിക്കണം. എപ്പോഴും ഇല്ല അമ്പിളിയേച്ചി, വല്ലപ്പോഴും മാത്രമേ ഉള്ളൂ. അത് തന്നെയാ പറഞ്ഞത്, കാണിക്കണോന്ന്. ആരെ കാണിക്കുന്ന കാര്യം അമ്പിളി പറയുന്നേ? അല്ല മാഡം, അർച്ചനയ്ക്ക് ഇടയ്ക്കിടെ വയറുവേദന വരുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞതാ വേഗം ഡോക്ടറെ കാണിക്കാൻ. കൊള്ളാം. ഇതൊക്കെ നീ ആരോടും പറയാതെ കൊണ്ടുകിടക്കാണോ? എടുത്തേ, അത്ര വലിയ വേദനയൊന്നുമില്ല, അതുകൊണ്ടാ പറയാതിരുന്നേ. വേദന വലുതോ ചെറുതോ എന്നുള്ളതല്ല കാര്യം. ഇപ്പോഴത്തെ ചെറിയ വേദനയാ നാളെ വലിയ വേദനയായോ ചിലപ്പോ കോംപ്ലിക്കേറ്റഡ് ആയോ മാറുന്നത്. മര്യാദയ്ക്ക് നേരത്തിനും കാലത്തിനും ഭക്ഷണം കഴിക്കില്ല മാഡം, അതാവും കാരണം. അതും പ്രശ്നമല്ലേ? കൃത്യസമയത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ വെള്ളമെങ്കിലും കുടിക്കണമെന്ന് ഡോക്ടർമാർ പറയുന്നത്. ഇല്ലെങ്കിലേ വയറ്റിൽ അൾസർ ഉണ്ടാവും. ആർക്കാ ചേച്ചി പൾസർ? അർച്ചനയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് വയറുവേദന വരുന്നെന്ന് അതിനെക്കുറിച്ച് പറഞ്ഞതാ. ചേച്ചി കൊണ്ടുപോയി ഏതെങ്കിലും ഡോക്ടറെ കാണിച്ചു നോക്ക്. കൊച്ചുകുട്ടിയൊന്നല്ലല്ലോ എടുത്തോണ്ട് പോവാൻ, വിളിച്ചാ വരണ്ടേ? എടുത്തേ, നമുക്ക് നോക്കാം. ഇനിയും ഉണ്ടാവുകയാണെങ്കിൽ പോയ പോരെ. പോരെ ഏട്ടത്തി, ഇത്തരം കാര്യങ്ങളൊന്നും വെച്ചോണ്ടിരിക്കാൻ പാടില്ല. തുടക്കത്തിലേ ശ്രദ്ധിച്ചാൽ നല്ലതാ. വേഗം റെഡിയായി പോവാൻ നോക്ക്. മോളെ അർച്ചന, നിനക്ക് എന്തെങ്കിലും ആയാ ഇവിടെ എല്ലാരും കൂടെ എന്നെ കുറ്റപ്പെടുത്തും. അതുകൊണ്ട് മാത്രമല്ല, നിന്റെ കാര്യത്തിൽ എനിക്ക് ഇത്തിരി കൂടുതൽ കരുതലുണ്ടെന്ന് തന്നെ കൂട്ടിക്കോ. നീ എന്നോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന ഞാൻ കരുതുന്നേ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഞാൻ നിങ്ങളുടെ സംസാരം കേട്ടോണ്ട് വന്നോണ്ടാ നിനക്ക് വയറുവേദന ഉണ്ടെന്ന് തന്നെ ഞാൻ അറിഞ്ഞത്. എടുത്തേ, ഞാനത് പറയണമെന്ന് കരുതിയതാ. പിന്നെ നീ ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ടോ ഇല്ലയോ? ഞാൻ വരാം. ആ, നമുക്ക് നല്ലൊരു ഡോക്ടറെ കാണിക്കാം. എനിക്ക് പരിചയമുള്ള നല്ലൊരു ഡോക്ടറുണ്ട്, അവരെ കാണിക്കാം. അതല്ലേ നല്ലത്? എന്നാ വേഗം പോയി റെഡി ആയിട്ട് വാ. ചെല്ല്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.